പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിനം നൽകി കർത്താവ് അനുഗ്രഹിച്ചതിന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈശോയുടെ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്താ ക്വാളിറ്റി? എളിമയാണ്. ഈശോയുടെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നായിട്ട് ഞാൻ ധ്യാനിച്ചിട്ടുള്ള, നമ്മൾ ധ്യാനിക്കുന്ന ഒന്നാണ് എന്ത്? എളിമയെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായോളം താഴാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കത്തില്ല. ഈ ഭൂമിയിലെ ഗുരുക്കൾക്ക് എങ്ങനെയാ? ഗുരുക്കന്മാരൊക്കെ എങ്ങനെയാ? അവർ പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുക, എന്നെ സേവിക്കുക, എന്നെ ശുശ്രൂഷ ചെയ്യുക എന്നൊക്കെയാണ് ഗുരുക്കന്മാർ പറയുക. പക്ഷെ കർത്താവ് എന്താ ചെയ്യണം? ഒരു താലത്തിൽ വെള്ളമെടുത്ത് അരക്കച്ച ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച ദൈവമാണ്. സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ് കുരിശിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് ചാട്ടവാറടികളേറ്റ് അവസാന തുള്ളി രക്തവും അവസാന തുള്ളി ജലവും നമുക്കായി നൽകിയ എളിമപ്പെട്ട സ്നേഹമാ. കുരിശ് മരണത്തോളം അനുസരണയുള്ളവനായി താഴ്ന്ന സ്നേഹമാ. ആ എളിമ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോടൊക്കെ എളിമയോടെ പ്രവർത്തിക്കുക. ചില ആളുകളൊക്കെ ഉണ്ടാവും, നമ്മൾ സംസാരിക്കുമ്പോൾ അഹങ്കാരത്തോടെ ആയിരിക്കും നമ്മളോട് പെരുമാറുക. അവരുടെ പെരുമാറ്റത്തെ നമ്മൾ മാനിക്കണ്ട. നമുക്ക് നമ്മളുടെ ഒരു ക്വാളിറ്റി ഇല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇല്ലേ? ഈശോയുടെ മോനാണ്, ഈശോയുടെ മോളാ. അപ്പം അതുകൊണ്ട് നമ്മളുടെ പെരുമാറ്റം എപ്പോഴും ഹൃദയമായിരിക്കണം, കരുണാമിശ്രണമായിരിക്കണം, എളിമയുള്ളതായിരിക്കണം, താഴ്മയുള്ളതായിരിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ പെരുമാറ്റം കൊണ്ട് അവരിൽ ഒരു മാറ്റം വരുത്താനൊക്കെ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ എളിമയുടെ ഒരു ഭാഗമാണ് ക്ഷമ കൊടുക്കലെന്നും ഒക്കെ പറയുക. ക്ഷമ കൊടുക്കണം. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കളോടും നിൻ്റെ ബന്ധുമിത്രാദികളോടും നിന്നെ വേദനിപ്പിച്ചവരോടും സഹപ്രവർത്തകരോടൊക്കെ ക്ഷമിക്കാനുള്ളൊരു വിളി കൂടിയുണ്ട്. അപ്പം ക്ഷമിക്കുക എന്ന് പറയുന്നത് എളിമയുടെ ഒരു ഭാഗമാണ്. പിന്നെ ഈഗോക്ക് എടുത്ത് മാറ്റുക, അതും എളിമയുടെ ഒരു ഭാഗമാണ്. അപ്പം എളിമയുടെ ഒരു പാഠം നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുക കേട്ടോ. സങ്കീർത്തനം 116:6 എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. കണ്ടോ, നിലം പറ്റിയപ്പോൾ, എളിമയുണ്ടായിരുന്നപ്പോൾ കർത്താവ് എന്നെ ഉയർത്തി എന്ന് പറയുക. അപ്പോൾ എളിമയോടുകൂടെ ജീവിക്കാൻ ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഈശോയെ എളിമയിൽ വളരാൻ കൃപ നൽകണമേ എന്ന് ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.